ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പി എസ് സി. ഇന്ന് ഈ ഒരു വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം സംശയങ്ങളും ഉണ്ടായിരുന്നു. കാരണം മുൻവർഷങ്ങൾ പോലെ ഡിഗ്രി എക്സാമിനുള്ള കോമൺ പ്രിലിംസിൽ വന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ ധാരാളം മാറ്റങ്ങളോടെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടികൾ ഒരു ഫാക്കൽറ്റി പറഞ്ഞു തരുന്നതിനേക്കാൾ എന്തുകൊണ്ടും എഫക്റ്റീവ് ആവുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞു തരുന്നത് തന്നെയായിരിക്കും. ഇത്തരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു വീഡിയോയിൽ ഉള്ളത് മുൻവർഷത്തെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയിൽ 5ാം റാങ്ക് സ്വന്തമാക്കിയ സജിത സലീം മാം ആണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ മാമിനെ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാം. താങ്ക് യു. ആരോമൽ, എനിക്കും സന്തോഷം. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ മാം, തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് മാമിനെ കുറിച്ച് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ എവിടെ നിന്നാണ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി മാമിന് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ഉദ്യോഗാർത്ഥികൾക്കായിട്ട്? അപ്പോൾ എൻ്റെ പേര് സാജിദ സലീം. ഇപ്രാവശ്യത്തെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിൻ്റെ ജനറൽ സർവീസ് എക്സാമിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 5th പ്ലേസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ എഴുതി. ഇനി ഞാൻ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 1.5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി ബിടെക് കഴിഞ്ഞ് എംടെക് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാനത് പറയാൻ കാരണം പ്യുവർലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു എക്സാമിന് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അക്കൗണ്ടൻസി ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ പ്യുവർ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് എനിക്ക്, സീറോ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ക്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് അത്. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സാം വരുന്ന സമയത്ത് എനിക്ക് പോസ്റ്റിനെ പറ്റിയോ ഇങ്ങനൊരു ഗസ്റ്റഡ് പോസ്റ്റ് ആണെന്നോ അങ്ങനെ അത്രയും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. നമ്മുടെ ഈ പറഞ്ഞ പോലെ, ആരോമൽ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ കോമൺ പ്രിലിംസ് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ വന്ന പോസ്റ്റുകളുടെ കൂട്ടത്തിൽ ഇതും ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കോമൺ പ്രിലിംസിൽ കണ്ട ഇതും കൂടി അപ്ലൈ ചെയ്തു. അത് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ ആ ഒരു കട്ട് ഓഫ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നീട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്ന സമയത്ത് ഞാൻ ടോപ്പ് റാങ്കിൽ തന്നെ ആയിരുന്നു. 2nd റാങ്ക് ആയിരുന്നു എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ ഞാൻ അതിൽ സെറ്റിൽഡ് ആവാം എന്നിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഇതിങ്ങനെ ഒരു ഗസ്റ്റഡ് പോസ്റ്റ് ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കുറച്ച് കാലം മാത്രമാണ് കേട്ടോ ഞാൻ അക്കൗണ്ടൻസി പഠിച്ചത്. അക്കൗണ്ടൻസി സെൽഫ് സ്റ്റഡി ആയിരുന്നു ഞാൻ. അപ്പോൾ പോകെ പോകെ നമുക്ക് പറയാം അതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെ പഠിച്ച് ക്രാക്ക് ചെയ്തൊരു എക്സാമാണ്. ക്രാക്ക് ചെയ്ത് ആ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് കുറച്ചും കൂടി മനസ്സിലായപ്പോൾ പോസ്റ്റിനെ പറ്റി, ഇങ്ങനൊരു എക്സാം ക്രാക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഓക്കെ മാം, താങ്ക് യു. അതിലൊരു മാം മുന്നേ ഒരു ഗവൺമെന്റ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോ ഈ ഒരു എക്സാം ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, അതിന്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ UPSC എക്സാമിന്റെ പാറ്റേണുമായിട്ട് പോലും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കാരണം നമുക്കൊരു പ്രിലിംസ് ഉണ്ടാവും, പ്രിലിംസ് കഴിഞ്ഞൊരു മെയിൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഓവറോൾ മാർക്ക് അഗ്രിഗേറ്റ് എടുത്തിട്ടായിരിക്കും നമ്മുടെ റാങ്ക് അത് നിർണ്ണയിക്കുന്നതും. അതോടൊപ്പം നമുക്ക് റിക്രൂട്ട്മെന്റ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ്, എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു സിലബസുമാണ് ഈ ഒരു എക്സാമിനുള്ളത്. അപ്പൊ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കെ തന്നെ, ഒരു സർവീസിൽ ഇരിക്കെ തന്നെ ഈ എങ്ങനെയാണ് ഈ ഒരു ലൈക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? എങ്ങനെയാണ് പ്രിപ്പറേഷൻ എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നത്? ഈ തിരക്കിനിടയിലും കുറഞ്ഞ സമയത്തിനുള്ളിലും എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? ആരോമൽ, അവിടെ ഒരു കാര്യമുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലായിരുന്നു കയറിയത്. അപ്പോ ഞാന് ജൂൺ 23-ലായിരുന്നു ഇതിന്റെ എക്സാം, മെയിൻസ് എക്സാം. അപ്പോൾ ഞാൻ സർവീസിൽ ജൂലൈ 23-ലാണ് കയറിയത്. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സർവീസിൽ കയറിയത്. ബട്ട് സ്റ്റിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ ജോലിയുള്ള ഒരാൾ ടൈം കണ്ടെത്തുന്നതിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വീട്ടമ്മ എന്ന നിലയിൽ 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. സോ അവർക്കും ടൈം സ്പെൻഡ് ചെയ്ത് ആ ഒരു ടൈം കണ്ടെത്താൻ കുറച്ച് ഇതായിരുന്നു. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ച ഒരാളാണ്. സോ ഇതിന് നമുക്ക് അറിയാലോ, മെയിൻസിൽ 3 പേപ്പറാണുള്ളത്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ GK ആൻഡ് ഇംഗ്ലീഷ് കമ്പൈൻഡ്, പേപ്പർ 2 പ്യോർലി അക്കൗണ്ടൻസി, പേപ്പർ 3 മാത്സ്. അപ്പോൾ മെയിൻസിന് ഇതിനു വേണ്ടി പഠിക്കാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പർ 1 GK ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിച്ച് അത്യാവശ്യം ഒരു ഇതാണ്. പിന്നെ എനിക്ക് ഒരു UPSC ആസ്പിറന്റ് ആയിരുന്നു, ഞാനൊരു UPSC ആസ്പിറന്റ് ആയിരുന്നു. UPSCക്ക് വേണ്ടി കുറച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് GK ആൻഡ് ഇംഗ്ലീഷ് ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പേപ്പർ 3 മാത്സ് സത്യത്തിൽ എൻ്റെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അതായിരുന്നു. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് മാത്സ് ഞാൻ അങ്ങനെ അധികം പഠിക്കാതെ തന്നെ പോയി എക്സാം എഴുതുന്ന ഒരാളാണ്. മാത്സ് കുറച്ച് എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ എനിക്കുള്ളതിനകത്ത് പേപ്പർ 2-ന് ടൈം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പേപ്പർ 2-ന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും ഈ ഒരു എക്സാമിനാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എക്സാം എഴുതുന്നതിൽ 70% ആൾക്കാർക്ക് മേ ബി എന്നെക്കാൾ നോളജ് ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു സ്ട്രാറ്റജീസ് ലൈക്ക് ഒരുപാട് വാസ്റ്റായിട്ട് വാരി വലിച്ച് പഠിക്കില്ല. പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കും. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു നോട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ഈ ഒരു എക്സാമിന് നമുക്ക് വേണ്ടത്. ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നു, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നു, അതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കുന്നു, എക്സാമിന് ആ ക്വസ്റ്റ്യൻ വരുന്നു, നമ്മുടെ നോട്ടിനും നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നമ്മൾ ഈ നോർമൽ PSC ആസ്പിറൻസിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമ്മൾ എഴുതി പരിശീലിക്കാറില്ല. നമ്മൾ OMRൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ PSC ആസ്പിറന്റ് എന്നുള്ളത് വിട്ടിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മളൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന സബ്ജക്റ്റ് ഒരു 5 മൊഡ്യൂൾ, ഡിഗ്രിക്ക് നമ്മൾ ഒരു സെമ്മിൽ ഏതൊരു പേപ്പർ എടുത്താലും ഒരു 5 മൊഡ്യൂളാണല്ലോ. ഇവിടെ നമ്മുടെ സിലബസിൽ 10 മൊഡ്യൂൾ. ഈ 10 മൊഡ്യൂളിനെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. എപ്പോഴും നമുക്കറിയാം, ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ബേസിക് ഒരു 2 ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട് ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയ ഒരു നോട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ലാസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോട്ട്സിൽ കൂടെ മാത്രം പോയാൽ മതി. അപ്പോൾ നമ്മുടെ നോട്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം ഹോളിൽ പോയിരിക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ എഴുതിയ നോട്ട്സ് നമ്മുടെ മനസ്സിൽ കൂടി തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പോയിൻ്റായിട്ട് എഴുതാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ പലരും PhD ആ ടോപ്പിക്കിനെ കുറിച്ച് എടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം ഒരു സാമാന്യ ആൾ അറിയേണ്ട കാര്യം അത്രയും തന്നെ നമ്മൾ അറിഞ്ഞു പോയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോട്ട്സ്, ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിച്ചു പോകുന്നു. ഇത് വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ വാരി വലിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് റിവൈസ് ചെയ്യാൻ സമയം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പഠിച്ചു വെച്ചു, എന്തൊക്കെയാണ് എക്സാമിന് അവിടെ പോയിരുന്ന് എഴുതണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു UPSC ആസ്പിറന്റ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു PSC സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതല്ല തിങ്ക് ചെയ്യേണ്ടത്. എപ്പോഴും ഡേ 1 തൊട്ട് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ എന്താ പറയുക, ഒരു പഴയ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ അക്കൗണ്ടൻസി, എല്ലാ സബ്ജക്റ്റിലും ഒരുപോലെ ഇതാവണമെന്നില്ലല്ലോ. അപ്പം നിങ്ങൾ 3 സബ്ജക്റ്റും, ഞാൻ പറഞ്ഞില്ല, ഞാൻ അധികം അക്കൗണ്ടൻസി തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തത്, ബാക്കി 2 പേപ്പേഴ്സും ഫോക്കസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റും ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ വീതം എടുക്കുക, എന്നിട്ട് ഒരു ആൻസർ എഴുതി നോക്കുക. ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ അന്ന് എടുക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ പഠിക്കാത്ത പോർഷനിലായിരിക്കും. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ
ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച ടെക്സ്റ്റ് ബുക്കിലോ എന്തിനെങ്കിലും വെച്ചിട്ട് അത് പഠിക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്കൊന്ന് എഴുതാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് സ്റ്റക്കായി പോകുന്നത്. ഈവൻ ദോ വി ഹാവ് ദാറ്റ് ഐഡിയ, ചില പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ റൈറ്റിങ്ങിൽ നമ്മുടെ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഈ ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇന്ന ഏരിയയിൽ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് ഗ്രാജുവലി നമ്മൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് കാര്യങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ അതനുസരിച്ച് കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് പഠിക്കും. അങ്ങനെ 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 ഡേ 1 തൊട്ട് നമ്മൾ പഠിച്ചു പോയാൽ ടുവേഴ്സ് ദി എൻഡ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കറിയാവുന്ന നോളജ് ആ പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പറ്റും. മറ്റേത് നമ്മുടെ തലയിൽ കാര്യങ്ങളുണ്ടാവും, പക്ഷെ പേപ്പറിലേക്ക് പകർത്താനുള്ളത് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി എപ്പോഴും ഫ്രം ഡേ 1 ഞാൻ എന്തായാലും പ്രിലിംസ് ക്രാക്ക് ചെയ്യും. സോ എനിക്ക് മെയിൻസ് എഴുതേണ്ടി വരും, അന്ന് എനിക്ക് ആൻസർ എഴുതേണ്ടി വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതായിരുന്നു ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു സ്ട്രാറ്റജി. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഇതിലും വലിയൊരു മോട്ടിവേഷൻ എന്താ ഒരു മോട്ടിവേഷൻ എന്താണ് വേണ്ടത്? കാരണം എക്സ്ക്യൂസുകൾ പറയാനാണെങ്കിൽ ധാരാളം എക്സ്ക്യൂസുകൾ പറയാനുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നിട്ട് പോലും റിസോഴ്സുകൾ മിനിമം ആക്കി വെച്ചിട്ട് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിക്കലായിട്ട് അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ മുന്നോട്ട് പോയ ആളാണ്. സോ വി ഹാവ് ടു ബി സ്ട്രോങ്ങർ ദാൻ അവർ എക്സ്ക്യൂസസ്. അതാണ് ഒരു ആസ്പിറന്റിനെ, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് മാമിന്റെ ഈ ഒരു ആൻസർ ചെയ്യുന്നതിന് വളരെ ക്ലിയർ ആണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇനി ഉദ്യോഗാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയം, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഈ ഒരു പരീക്ഷ വെല്ലുവിളിയാകാനായിട്ട് സാധ്യതയുണ്ട്. അത്തരത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അക്കൗണ്ടൻസിയെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ആളുകളും തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാമിനെ പോലെ മാം പ്യൂർലി ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പൊ അതുപോലെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പരീക്ഷ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. അത് പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് മാം തന്നെയാണ്. അപ്പോ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആരോമലെ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ആരോമല് പറഞ്ഞ പോലെ തന്നെ ഞാൻ തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. എനിക്ക് അക്കൗണ്ടൻസിയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് അപ്പം അത് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ ഓവർ കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അവർ ആ ഏരിയ ടച്ച് ചെയ്യില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യം, ഈ ആൻസർ റൈറ്റിംഗ് എത്ര നോളജ് ഉള്ള ഒരാളും അവർ ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. അവർ ആ ഒരു ഏരിയയെ കുറിച്ചേ ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമുക്കൊന്നും അറിയില്ല. നമ്മുടെ വീക്ക്നെസ് അതാണ്, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഡേ 1 തൊട്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പറിൽ അക്കൗണ്ടൻസി എക്സൽ ചെയ്ത് 150-ൽ 150 മാർക്ക് വാങ്ങിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ലിസ്റ്റ് അത് മാത്രം കൊണ്ട് അയാൾ ലിസ്റ്റ് ക്ലിയർ ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മിനിമം. ഇവൻ കേസിന് പോലും നമ്മൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇത് സബ്ജക്റ്റ് മിനിമം എന്നുള്ളതാണ്. ആ 3 പേപ്പറിലും യു ഹാവ് ടു പാസ് ദാറ്റ്. അപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ പേപ്പർ 2-ൽ അപ്പർ ഹാൻഡ് കിട്ടി, ചിലപ്പോൾ അയാൾക്ക് 150-ൽ 150 കിട്ടുമായിരിക്കും. ഒരിക്കലും അങ്ങനെ കിട്ടില്ല, ബിക്കോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എവാലുവേഷൻ ആണ്. ബട്ട് സ്റ്റിൽ ഞാനൊരു ഇമാജിനറി സിറ്റുവേഷൻ പറയുകയാണ്. അവർക്ക് 150-ൽ 150 സ്കോർ ചെയ്തു, നമുക്ക് 60 മാർക്സ് മതി. 40% എന്നുള്ള 60 മാർക്ക് മതി. ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് 2-3 ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ മതി, നമുക്ക് എന്തായാലും ജോലി ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് മിനിമം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവർ 150 വാങ്ങിച്ചോട്ടെ, നമുക്കൊരു 60 നമ്മുടെ സേഫ് സ്കോർ. 60 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പഠിക്കരുത്, 100 അല്ലെ 120 എന്ന് എയിം ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് 60-ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഡേ 1 തൊട്ട് നമ്മൾ അക്കൗണ്ടൻസിൽ അത് പഠിക്കുന്നു. നമ്മുടെ വീക്ക്നെസ് നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അതിനെ നമ്മുടെ സ്ട്രോങ് പോയിന്റ് ആക്കി മാറ്റുകയാണ്. പിന്നെ വേറെന്താ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്സ് അറിയാം, ഒരു PSC ആസ്പിറന്റിനെ സംബന്ധിച്ച് GK അറിയാം. മനസ്സിലായി? അപ്പം നമ്മുടെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഒരു PSC ആസ്പിറന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഓൾറെഡി അത് ഐഡന്റിഫൈ ചെയ്തു, അത് നമ്മുടെ സ്ട്രെങ്ത് പോയിന്റ് അല്ലെ സ്ട്രോങ് പോയിന്റ് ആക്കി മാറ്റുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ മാം വലിയൊരു സിലബസ്, അതോടൊപ്പം ചുരുങ്ങിയ സമയം, മാമിന്റെ ജോലി തിരക്കുകൾ, പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ്,
ഈ ഒരു ഫാക്ടേഴ്സിന്റെ എല്ലാം ഒന്ന് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് മാം എന്തെങ്കിലും ടെക്നിക്ക് സ്വീകരിച്ചു? ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അധികം നമ്മുടെ ഈ ഇന്നത്തെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടൈമിൽ ഒരു ആസ്പിറന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റിസോഴ്സ് ഫ്ലഡിങ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു മൊഡ്യൂൾ എടുത്തു വെച്ചിട്ട് ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് പോയി ചിലപ്പോൾ ഒരാഴ്ച വരെ ഒരൊറ്റ മൊഡ്യൂളിൽ ഒരൊറ്റ ഹെഡിങ് നമ്മൾ സ്റ്റക്കായി നിൽക്കും. പ്രത്യേകിച്ച് നമ്മൾ പുതിയ ആൾക്കാരാകുമ്പോൾ നമുക്ക് അറിയാനുള്ളൊരു താല്പര്യം കൂടി കാണണം. അങ്ങനെ ഒരിക്കലും പോവരുത്. അതിന് ഏറ്റവും നല്ല തിങ് ഈസ് ലൈക്ക് ഈ റിസോഴ്സ് ഫ്ലഡിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള റിസോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. അതിന് ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും UPSC ക്കാണെങ്കിലും അല്ലെ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് മാത്രമേ പഠിക്കാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇത് പഠിച്ച് നമ്മൾ PhD എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആ ജോബിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ വരുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഡിവിഷണൽ അക്കൗണ്ടിൽ ചെയ്തൊരു കാര്യം, +1 +2 NCERT അക്കൗണ്ടൻസി ടെക്സ്റ്റ് പഠിച്ചു. അതിൽ തന്നെ ഏകദേശം ഒരു 3-4 മൊഡ്യൂൾ നമ്മുടെ ഇത് കവറാവും. 4-5 മൊഡ്യൂളോളം കവറാവും. ഓർഡറിലല്ല കേട്ടോ, ഇടയ്ക്കത്തെ മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ BCom മെറ്റീരിയൽ, അത് ആ സമയത്ത് എനിക്കിങ്ങനെ തോന്നി നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എനിക്കങ്ങനെ തോന്നി. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ BCom മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതും കൂടി ഡൗൺലോഡ് ചെയ്ത് ബാക്കിയുള്ള ഹെഡിങ്സും എടുത്തു. അപ്പോൾ എന്നിട്ട് എന്താ ചോദിച്ചാൽ ഇത് വെച്ചിട്ടൊരു ബേസ് ഉണ്ടാക്കിയെടുത്തു. ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആർ.എൻ. കാർട്ടർ. അപ്പോൾ ചില ടോപ്പിക്ക് ഇത് രണ്ടിലും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ ആർ.എൻ. കാർട്ടറും കൂടെ എടുത്തു വെച്ചിട്ട് വായിച്ചു നോക്കി. എന്നിട്ട് ചില ഡെഫിനേഷൻസ് ഒക്കെ ഇത് ബേസ് ഉള്ള ഒരാൾക്ക് നമുക്ക് ആർ.എൻ. കാർട്ടർ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ സിലബസിലുള്ള ആർ.എൻ. കാർട്ടർ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ആർ.എൻ. കാർട്ടർ വായിച്ചാൽ അതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ അവിടെ നിർത്തും. ഇതെനിക്ക് പറഞ്ഞ പണിയല്ല, നമ്മൾ നിർത്തിപ്പോകും, ഉറപ്പാണ്. പ്രത്യേകിച്ച് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുക. ഈ മൂന്ന് സാധനം മാത്രമാണ് നമ്മുടെ ബൈബിൾ. അക്കൗണ്ടൻസിയുടെ ബൈബിൾ തന്നെയാണ് ഇത് മൂന്നും. NCERT എന്നെ സംബന്ധിച്ച് കേട്ടോ, NCERT ടെക്സ്റ്റ് ബുക്ക് +1 +2, ദെൻ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി മെറ്റീരിയൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ കിട്ടുമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഞാൻ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ മെറ്റീരിയൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അത് ഞാൻ റെഫർ ചെയ്തത്. ദെൻ ഗോ ടു ദ അഡ്വാൻസ് സ്റ്റെപ്പ്. അവിടെ നിങ്ങൾ ആർ.എൻ. കാർട്ടർ പഠിക്കുക. എന്നിട്ട് ഡെഫിനിഷൻസ് ഒക്കെ വേണമെങ്കിൽ ആർ.എൻ. കാർട്ടറിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ഞാൻ അഡോപ്റ്റ് ചെയ്തത്. വാസ്റ്റ് സിലബസ്, ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ബാക്കിയുള്ള PSC സിലബസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അക്കൗണ്ടൻസി അത്ര വാസ്റ്റ് അല്ല. അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയില്ല, ഈ NCERT ഈ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്ര വാസ്റ്റ് സിലബസ് അല്ല. ആക്ച്വലി നമുക്കത് പറ്റുന്നൊരു സിലബസ് ആണ്. ഞാൻ 1 മാസം 1.5 മാസം കൊണ്ടാണ് അക്കൗണ്ടൻസി മൊത്തം ഏകദേശം മനസ്സിലാക്കിയെടുത്തത്. ഞാൻ ആ റിസോഴ്സ് ഫ്ലഡിങ് ഇല്ലാതെ ഓവറായിട്ട് തികഞ്ഞു പോവാതെ എൻ്റെ ഉള്ള സാധനം തന്നെ 2-3 വട്ടം റിവൈസ് ചെയ്തത് കൊണ്ടാണ് എനിക്കത് ഇത്ര എന്താ പറയുക, അത് എക്സ്പീരിയൻസിലൂടെ ഞാൻ ഒരിക്കലും വെറുതെ പറയല്ല. നിങ്ങളത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിലബസ് ഇസ് നോട്ട് അറ്റ് ഓൾ വാസ്റ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യും മറ്റുള്ള PSC എക്സാംസിനെ വെച്ചിട്ട്. ഓക്കെ. അപ്പൊ മാം, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ 3 ഘട്ടങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത്. ആദ്യം നമ്മൾ പ്രിലിംസിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് OMR എക്സാം ആണ്. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻസ് എക്സാം ആണ്. അപ്പൊ തികച്ചും വ്യത്യസ്തമായിട്ട് OMR, അതായത് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുന്നതിന് അതിൽ നിന്നൊന്ന് മാറിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും പ്രിലിംസിന്റെ പ്രിപ്പറേഷനും മെയിൻസിന്റെ പ്രിപ്പറേഷനും തീർച്ചയായിട്ടും രണ്ടായിട്ട് തന്നെ ചെയ്യണം. അതായത് അതിൽ തന്നെ മെയിൻസിൽ പ്രധാനമായിട്ട് 3 പേപ്പേഴ്സ് ഉണ്ടെന്ന് മാം പറഞ്ഞു. അപ്പോ ചിലപ്പോൾ ചിലർക്ക് ഒരു പേപ്പറിൽ നല്ല നോളജ് ഉണ്ടാവും, അപ്പോൾ അവർ ബാക്കിയുള്ളതിൽ ഫോക്കസ് ചെയ്യണം. ചിലർക്ക് ഇപ്പൊ നോളജ് ഉണ്ടെങ്കിലും ആൻസർ റൈറ്റിംഗ് പാളിപ്പോയാൽ ഒരുപക്ഷെ അത് നമുക്ക് അത് ബെനിഫിറ്റ് ആവണമെന്നില്ല. അപ്പൊ അത്തരത്തിലെല്ലാം വെച്ച് നോക്കുമ്പോൾ മാമിന്റെ ഒരു വ്യൂവില് ഇപ്പൊ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും മെയിൻസിന് നമ്മൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മുടെ ആൻസർ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നമ്മുടെ പേപ്പർ എങ്ങനെ നമുക്ക് ആ ഒരു ആൻസറിനെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാം ഉപയോഗിച്ച എന്തെങ്കിലും പ്രസന്റേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി?
അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആരോമൽ. ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എഴുതാനും ഒരുപാട് തോന്നും. പക്ഷെ എപ്പോഴും ഒരുപാട്. നമ്മുടെ ആൻസർ ക്രിസ്പി ആയിരിക്കണം. അതായത് എപ്പോഴും നമ്മൾ ഈ സാമ്പാറിനാണെങ്കിൽ ഒരു കായ ഇടും അല്ലേ? എപ്പോഴും ഒരു ആഡിങ് ഫ്ലേവർ. അപ്പോൾ അതാണ് നമ്മുടെ പേപ്പർ. അത്രയും കുറേ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. പേപ്പേഴ്സ് വാല്യുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു പേപ്പറിനെ കാണുമ്പോൾ ഓക്കെ ഈ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം, ഷീസ് ട്രൈങ് ടു ടെൽ സംതിങ് ന്യൂ എന്നുള്ളൊരു തോട്ട് അവർക്ക് വരണം. അത് നമ്മുടെ പ്രസന്റേഷനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ, പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ സ്കോർസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരു ഇതായിരുന്നു അഡോപ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ പെർഫോമ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം പെർഫോമ ആണെങ്കിലും നല്ല വൃത്തിയിലൊന്ന് പ്രസന്റബിൾ ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് കുറച്ച് ക്രെഡിറ്റ് സൈഡിലെ കുറച്ച് ഐറ്റംസും ഡെബിറ്റ് സൈഡിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് എഴുതി കൊടുക്കുക. പിന്നെ പിക്ചോറിയൽ റെപ്രസെന്റേഷന് വലിയൊരു സിഗ്നിഫിക്കൻസ് നമുക്ക് അങ്ങനെ അധികം ടൈം കിട്ടില്ല. സോ നമ്മൾ കൂടുതൽ ഭംഗിയാക്കാൻ പോയാൽ അതും ഒരു പ്രശ്നമാണ്. ബുള്ളറ്റ്സ് ആക്കി പോയിന്റ്സ് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വാട്ട് ഈസ് മീൻ ബൈ ഒരു തിയറട്ടിക്കൽ മോഡൽ തന്നെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കീവേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ എക്സാം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് സമയമുണ്ടോ? ഒന്നുമില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാവും. ഇയാൾ ഏതോ ഒരു പോയിന്റ് ക്വസ്റ്റ്യനറിന്റെ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുക. ഏതോ ഒരു പോയിന്റ് ആണ് കൂടുതൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അത് നമുക്ക് മനസ്സിലാവും. അത് വായിച്ച് ഈ പറഞ്ഞോട്ട് കുറേ നാൾ നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗ് കുറേ PYQs ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് വെച്ചിട്ട് നമ്മൾ കീവേഡ് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെ അണ്ടർലൈൻ ചെയ്യുക പെൻസിൽ കൊണ്ട്. എന്നിട്ട് ആ കീവേഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോയിന്റ്സ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം ആയിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഓക്കെ മാം. അപ്പോ എത്രത്തോളമായിരിക്കും ഇപ്പോ നമ്മള് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അതും പല 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 റൂട്ട് വഴി കറങ്ങി തിരിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവസാനം നമ്മൾ ആ ഒരു റിക്രൂട്ട്മെന്റ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. അപ്പോ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോച്ചിങ് സെന്റർ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന്, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, എത്രത്തോളമാണ് ഒരു കോച്ചിങ് ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിന് ഒരു ഉദ്യോഗാർത്ഥിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുക? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ആൻസർ റൈറ്റിംഗ്. അപ്പൊ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യണേ, ഇതിൻ്റെ അകത്ത് എവിടൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ എവിടൊക്കെ ഇത് വരുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്ക് അറിവുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ നോളജിനെ അത് സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ള ഒരാൾ കറക്റ്റ് ചെയ്ത് തരുവാണെങ്കിൽ അവർക്ക് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക്, ടൈം കൺസ്ട്രെയിൻ ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ല സെൽഫ് സ്റ്റഡി കുഴപ്പമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ആൻസർ റൈറ്റിംഗ് ഒരു ഫീഡ്ബാക്കിന് അവരെ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ്, അത് നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഇംപ്രൂവ് യുവർ സെൽഫ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞോട്ട് വൈഡ് ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ വായിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, കൺസെപ്റ്റ് വൺസ് നമ്മൾ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് അത് ഗുഡ് ആയിരിക്കും. ഓക്കെ. അപ്പോ മാം, അതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പരിശീലിക്കുമ്പോൾ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ OMR പ്രാക്ടീസ് ചെയ്യണം, മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തില് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ആവശ്യകത, അത് നമ്മുടെ വിജയ ശതമാനം എത്രത്തോളം, അതിനുള്ള സാധ്യത എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്നാണ് മാമിന്റെ അഭിപ്രായം? ആരാമൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് നോളജ് കിട്ടണം, പക്ഷേ ഐ ഹാവ് ടു സ്കോർ മോർ. എൻ്റെ എപ്പോഴും പ്രൈമറി ഫോക്കസ് ഈസ് എനിക്ക് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, എൻ്റെ എക്സാമിനറിന് എൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആളെ എനിക്ക് ഇമ്പ്രസ് ചെയ്യാൻ കഴിയണം. ഇതായിരുന്നു എൻ്റെ ഒരു ഫോക്കസ്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയുടെ PYQs എടുത്ത് നോക്കുക. വേറെ നമ്മളിപ്പോൾ കുറേ പഠിച്ചാലും നമ്മൾ ക്ലൂലെസ് ആയിരിക്കും. എവിടം കൊണ്ട് നിർത്തണം ഈ ഒരു ടോപ്പിക്ക്, അല്ലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു PYQൽ നിന്നാണ്, PSCയുടെ തന്നെ PYQs നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അതുപോലെ ഈ രണ്ടും, ഇപ്പോൾ നമ്മള് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, ഇതിന്റെ രണ്ടിന്റെയും സ്വഭാവമല്ല നമ്മൾ ഇന്റർവ്യൂയിലേക്ക് കടക്കുമ്പോൾ
ഇവിടെ ബാക്കി 2 ഘട്ടങ്ങളിലും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ആൻസർ ഷീറ്റും നമ്മൾ മാത്രമേ ഉണ്ടാവുമെങ്കിൽ ഇന്റർവ്യൂ അതല്ല. അപ്പൊ ഇന്റർവ്യൂവിന് മാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അതോടൊപ്പം മാമിന്റെ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും തീർച്ചയായിട്ടും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് കുഴപ്പിച്ചോ, എങ്ങനെയായിരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ശരിക്കും നമ്മുടെ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം നെവർ. ഇന്റർവ്യൂ ഈസ് ആക്ച്വലി പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതായത് നമുക്ക് നോളജ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പ്രിലിംസിലും മെയിൻസിലും കൂടി അവർ നമ്മുടെ സബ്ജക്ട് ക്ലാരിറ്റി അല്ലെങ്കിൽ സബ്ജക്റ്റിലെ നോളജ് അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സബ്ജക്റ്റ് പഠിക്കേണ്ട എന്നല്ല. ഇന്റർവ്യൂവിൽ എപ്പോഴും നമ്മൾ എന്താണോ അത് തന്നെ നമ്മൾ ഇന്റർവ്യൂ ബോർഡിനെ പ്രസന്റ് ചെയ്യുക. നമ്മൾ എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ടൈപ്പ് ഓഫ് കള്ളം പറയൽ തന്നെയാണ്. അത് ഇന്റർവ്യൂ ബോർഡ് കൃത്യമായിട്ട് അവരെ നമ്മളെ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഇന്റർവ്യൂവിൽ നമ്മുടെ എക്സാമിൽ മാക്സിമം മാർക്സ് 13 ആണ്. ആ 13 കിട്ടിയ 20ൽ 13 13 ആയിരുന്നു ഹയസ്റ്റ് മാർക്ക്. നമ്മുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ 3 പേർക്കായിരുന്നു 13 തോന്നുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. അപ്പം ഒരിക്കലും ഇന്റർവ്യൂ ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് ആൻസർ പറഞ്ഞത് കൊണ്ടല്ല എനിക്ക് ഹയസ്റ്റ് മാർക്ക് കിട്ടിയത്. നമ്മളൊരു റെസ്യൂം സബ്മിറ്റ് ചെയ്യും. ആ റെസ്യൂം നമ്മളെ തന്നെ റെപ്രസെന്റ് ചെയ്താൽ മതി. അതിന് അല്ലാതെ ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു റെസ്യൂം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാഫ് വെച്ചിട്ട് എവിടെയെങ്കിലും അവർക്ക് മനസ്സിലാവും ഷീ ഈസ് ലൈങ് എന്നുള്ളതും മനസ്സിലാവും. അതൊരു ബാഡ് മാർക്കാണ്. നമ്മൾ എന്താണോ അത് തന്നെ കൃത്യമായിട്ട് എഴുതുക. പിന്നെ സബ്ജക്റ്റ് ഈ പറഞ്ഞ പോലെ 10 മൊഡ്യൂൾ പഠിച്ച ഒരാൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടു പോകുന്നത് ഇറ്റ്സ് ഓൾസോ ഗുഡ്. കാരണം എൻ്റെ ഇന്റർവ്യൂ ബോർഡിൽ 3 പേരായിരുന്നു. PSC ചെയർമാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടായിരുന്നു. സബ്ജക്ട് എക്സ്പേർട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എനിക്ക് PSC ചെയർമാനെ മനസ്സിലായി, ചെയർമാനാണെന്ന് മനസ്സിലായി. സബ്ജക്ട് എക്സ്പേർട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ ഒന്നും ചോദിക്കാതെ നിൽക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മറ്റേ 2 പേരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് എന്ന് വിചാരിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹീസ് എ സൈക്കോളജിസ്റ്റ്. അവിടെ നിന്ന് നമ്മുടെ ബോഡി ലാംഗ്വേജ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ പറയുന്ന ആൻസർ, നമ്മുടെ ഡാഫിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ വെദർ ഐ ആം ലൈങ് ഓർ നോട്ട്, അത് കൃത്യമായിട്ട് പുള്ളി അവിടെ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കുക. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക. നമ്മൾ ഓവർ എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദേ വിൽ നോ. അതവര് നമ്മളല്ലല്ലോ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ, നമ്മളല്ലല്ലോ. സോ അത് നമുക്കറിയാം. പിന്നെ സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് അങ്ങ് വറി ചെയ്യേണ്ട. സബ്ജക്റ്റിൽ ആൻസർ ചെയ്തില്ല എന്ന് കരഞ്ഞിട്ട് അതും ഒരു കാര്യമല്ല. ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അങ്ങനെ മാത്രം മനസ്സിലാക്കുക. അതിന്റെ പേരിൽ എനിക്ക് സബ്ജക്റ്റ് ഇപ്പം ഞാൻ ടച്ച് വിട്ടുപോയി, എനിക്ക് മാർക്ക് കുറയോ എന്നുള്ള പേടി വേണ്ട. പ്ലസന്റ് ആയിരിക്കും എപ്പോഴും. അത് ഞാൻ പറയുന്നത് സർവീസിലേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, യു ഷുഡ് ബി ഓൾവേസ് പ്ലസന്റ്. നമ്മൾ സിവിൽ സെർവൻസ് ആണ്, ആക്ച്വലി വി ആർ സെർവൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക പബ്ലിക്കിനോട് കടമപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക. അത് നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് ആ ഒരു പോസിറ്റിവിറ്റി വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതായിരുന്നു ഇന്റർവ്യൂവിൽ ഞാൻ എടുത്തൊരു സ്ട്രാറ്റജി. ബിക്കോസ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയമാണ്. ഒരു 1.5 കൊല്ലം എക്സാം കഴിഞ്ഞിട്ട് 1.25 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഒബ്വിയസ്ലി സബ്ജക്റ്റുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്ത ഒരാളായിരുന്നത് കൊണ്ട് ഒബ്വിയസ്ലി സബ്ജക്റ്റ് ഒക്കെ എവിടെയോ പോയി. പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കി എന്നല്ലാതെ ഡാഫ് എഴുതുമ്പോഴൊക്കെ ഞാൻ ട്രൂത്ത്ഫുൾ ആയിരിക്കാൻ കുറച്ച് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിലുള്ള കാര്യം. മാം, ഇപ്പോ മുൻവർഷത്തെ നടന്ന ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഇനി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിറൻസിന് മാമിന് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കാനുള്ളത്? എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഡേ 1-ൽ തന്നെ യു ഷുഡ് കീപ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി സക്സീഡ് ഇൻ ദിസ് എക്സാം. ഇത് എനിക്കുള്ള പോസ്റ്റാണ്, എനിക്ക് ഒരു പോസ്റ്റ് മതി, ഐ വിൽ ഹാവ് ദാറ്റ് എന്നുള്ളത് വെച്ചുകൊണ്ട് ഡേ 1 തൊട്ട് മെയിൻസിനെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. മെയിൻസും പ്രിലിംസ് ഇപ്പോൾ കോയിൻസൈഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങും ആണത്. അപ്പം അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് മെയിൻസ് ആണ് എൻ്റെ പ്രൈം ഫോക്കസ് എന്നുള്ള രീതിയിൽ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞ ഡേ 1 മുതൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ യു ഷുഡ് ബി ഏബിൾ ടു ക്രാക്ക് ദിസ് എക്സാം. നമുക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നൊരു പോസ്റ്റാണ് എന്ന് ഞാൻ പറയും ഈ ഒരു എക്സാമിന്. അങ്ങനെ ഷോർട്ട് കട്ടായിട്ട് തന്നെ ചിന്തിക്കാം. നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഐ എം നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദിസ് എക്സാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതർവൈസ് ഐ വിൽ ക്രാക്ക് ദിസ് ഈസ് ഓൺലി എ സ്മോൾ എക്സാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ യു വിൽ ബി ഏബിൾ ടു ക്രാക്ക്. ഓക്കെ,
ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സ്ക്യൂസുകളെ ഹൈലൈറ്റ് ചെയ്യാതെ ചാൻസസ് കണ്ടുപിടിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് അത് ചെറുതായിരിക്കില്ല. സോ താങ്ക് യു സോ മച്ച് മാം. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന്റെ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിലാണ് മാമിന്റെ ഓരോ റിപ്ലൈസും ഉണ്ടായിരുന്നത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ആരോമൽ. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയിൽ ആസ്പിറൻസിന് എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ പറ്റിയെങ്കിൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ടെക് പി എസ് സിയോടും എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു ഇങ്ങനൊരു അവസരം തന്നതിന്. ഓക്കെ, ഓൾ ദി ഓക്കെ ബെസ്റ്റ്.